കേന്ദ്ര അനുമതി ലഭിച്ചാൽ ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് ഉടൻ തറക്കല്ലിടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് 2014 തന്നെ ആഗോള ടെൻഡർ വിളിച്ച നിർമ്മാണ കമ്പനിയെ ചുമതലയേൽപ്പിച്ചതാണ്. 18 മാസങ്ങൾ കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കരുതുന്നതെന്നും PS പ്രശാന്ത് ജനം TVയോട് പറഞ്ഞു. ആരംഭിച്ചുവെങ്കിലും പേപ്പറിൽ മാത്രം ഒതുങ്ങിയ ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് തടസ്സങ്ങളെല്ലാം മാറി സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചതോടെ വലിയ ആശ്വാസത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പദ്ധതിക്കുള്ള കേന്ദ്രാനുമതി 2 മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ പദ്ധതിക്ക് തറക്കല്ലിടും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ അനുമതി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് അതൊന്നു കൂടി സാങ്കേതികമായൊരു പെർമിഷൻ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 2014 പദ്ധതിക്കായി ആഗോള ടെൻഡർ വിളിച്ചു. നിർമ്മാണ കമ്പനിയെയും കണ്ടെത്തി. തറക്കല്ലിട്ട് 18 മാസത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ഒരു 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു കേന്ദ്ര പെർമിഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 2014 തന്നെ ആഗോള ടെൻഡർ വിളിച്ച് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു പെർമിഷൻ കൂടി കിട്ടിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ശിലാസ്ഥാപനം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് അവർ 18 മാസമാണ് പറയുന്നത്. 18 മാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടണമെന്നില്ല. പക്ഷേ 2026 മകരവിളക്ക് മഹോത്സവത്തിൻ്റെ സമയത്ത് ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ നിന്നും ആരംഭിച്ച് സന്നിധാനത്തെ പോലീസ് ബാരക്കിന് സമീപം എത്തും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പദ്ധതിക്ക് തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതായിരുന്നു പ്രതിസന്ധി. ജനം, കൊച്ചി.